ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് രസമാണ് കേട്ടോ. ഓണമൊക്കെ വരെയല്ലേ, നമുക്ക് സദ്യയുടെ കൂടെ ഈ രസം ഒന്ന് പിടിച്ചാലോ. അപ്പം റെസിപ്പി കണ്ടോളൂ കേട്ടോ. അപ്പം എന്തേ ബീട്രൂട്ട് തൊലി കളഞ്ഞത് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള ബീട്രൂട്ട് എടുക്കുക കേട്ടോ. ഞാൻ ദേ ഒരു ചെറിയ ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ദേ ഒരു തക്കാളി, ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ദേ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ബീട്രൂട്ടും ഒരു തക്കാളിയും ഒരു പച്ചമുളകും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കേട്ടോ. എന്നിട്ട് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ, ഒരു 2 വിസിലെ. അതിനുശേഷം നമുക്കത് ചെറിയ ഉള്ളി വൃത്തിയാക്കി എടുത്തത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ജീരകം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കൊച്ചുള്ളി ഇടുക, വെളുത്തുള്ളി ഇടുക, ചെറിയ ജീരകം ഇടുക കേട്ടോ. പിന്നെ കുരുമുളക് ഇടും, ചിലർ കുരുമുളക് ഇടും. നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. കുരുമുളക് ഇടുമ്പോൾ അത് ക്രഷ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുമാതിരി ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അതേ നമ്മുടെ ബീട്രൂട്ടും തക്കാളിയൊക്കെ ഇതേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ ഇതേ കടുകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചതച്ചില്ലേ മിക്സിയിൽ, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുക കേട്ടോ. ആ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച മണം മാറാനാണേ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് നമ്മൾ ബീട്രൂട്ടും തക്കാളിയുടെ തൊലി എടുത്ത് മാറ്റണേ. തക്കാളിയും കൂടി ഇട്ട് പച്ചമുളക് ഇടരുതേ. എന്നിട്ട് അത് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഒന്ന് അരച്ചെടുക്കുക. നമ്മുടെ പുളിവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെളുത്തുള്ളിയുടെ ആ ഒരു കൂട്ടിലേക്ക് 2 കറിവേപ്പിലയൊക്കെ ഇട്ടു. പിന്നെ നമ്മുടെ ബീട്രൂട്ട് അരച്ച ആ കൂട്ടും കൂടി അതിലേക്ക് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. പിന്നെ പുളിവെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ടേ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുതേ. അതിനത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടോ. ഇനി നമുക്കിത് കായം ചേർത്ത് കൊടുക്കാവേ. അപ്പം കായവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ. ഇനി നമുക്ക് രസത്തിൻ്റെ പ്രധാന ഐറ്റമാണ് മല്ലിയില കേട്ടോ. അപ്പോൾ മല്ലിയില ചേർത്ത് എല്ലാവർക്കും ഫ്ലേവർ ഇഷ്ടപ്പെടില്ല. അപ്പം ഇഷ്ടമാണെങ്കിൽ ചേർക്കുക കേട്ടോ. മല്ലിയിലയാണ് സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി എരിവൊക്കെ കിട്ടും കേട്ടോ. ലാസ്റ്റ് പിന്നെ കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അടച്ചു കേട്ടോ. നമ്മളെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂട് ചോറിനൊപ്പം ഞാൻ ബീട്രൂട്ട് രസമൊക്കെ ഒഴിച്ച് കഴിക്കുകയാണെ. ഈ ഒരു രസം മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനും കഴിച്ചു കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, കൂടാതെ ഉമ്മിമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഞാൻ ഓണ വിഭവങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ. അപ്പോൾ ബൈ.